വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കാടർ കോളനിയിൽ നിന്ന് കാണാതായ 2 കുട്ടികളുടെയും മൃതദേഹം കണ്ടെത്തി. വനംവകുപ്പും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കോളനിക്ക് അടുത്തുള്ള പാറയുടെ സമീപത്തു നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ല. പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. കോളനിക്ക് സമീപം ഉൾവനത്തിലാണ് കാടർ വീട്ടിൽ കുട്ടന്റെ മകൻ സജികുട്ടൻ, രാജശേഖരന്റെ മകൻ അരുൺകുമാർ എന്നിവരെ കാണാതായത്. മാർച്ച് 2-ാം തീയതി രാവിലെ മുതൽ കുട്ടികളെ കാണാനില്ലെന്നു കാണിച്ച് കോളനി അധികൃതർ കഴിഞ്ഞ ദിവസം വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകിയിരുന്നു. കുട്ടികൾ പോകാനിടയുള്ള സ്ഥലങ്ങളിൽ നടത്തിയ അന്വേഷണം വിഫലമായതിനെ തുടർന്നാണ് പരാതി നൽകിയത്. വെള്ളിക്കുളങ്ങര പോലീസിന്റെയും പരിയാരം വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ ജീവനക്കാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു കുട്ടികൾക്കായി തിരച്ചിൽ നടത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇവരെ കാണാതായതെന്നും ബന്ധുവീട്ടിലുണ്ടാകുമെന്ന് കരുതിയെന്നും കാണാതായ കുട്ടികളിൽ ഒരാളായ സജികുട്ടന്റെ സഹോദരി മാധ്യമങ്ങളോട് പറഞ്ഞു. സഹോദരന് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് സജികുട്ടന്റെ സഹോദരി ചന്ദ്രിക പറഞ്ഞിരുന്നു. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ നിന്നാണ് കുട്ടികളെ കാണാതാവുന്നത്. വനംവകുപ്പും പോലീസും ഇവർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ കാണാതായ സജികുട്ടനും അരുൺകുമാറും വഴിതെറ്റി ഉൾക്കാട്ടിൽ അകപ്പെട്ടതാകാമെന്ന നിഗമനത്തിലാണ് അധികൃതർ അന്വേഷണം നടത്തിയതും. ശനിയാഴ്ചയാണ് 16-കാരനായ സജികുട്ടനെയും അയൽവാസിയായ 8 വയസ്സുകാരൻ അരുൺകുമാറിനെയും കാണാതായത്. ഇരുവരും കാടിനടുത്തുള്ള ബന്ധുവീട്ടിൽ പോയതാകാം എന്നാണ് രക്ഷിതാക്കൾ ആദ്യം കരുതിയത്. പിന്നീട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇന്നലെ രാത്രി തിരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനായില്ല. ഇന്ന് പുലർച്ചെ 6 മണി മുതൽ വീണ്ടും തിരച്ചിൽ തുടങ്ങി. 10 പേരുള്ള 7 സംഘങ്ങളായാണ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തിയത്. അന്വേഷണത്തിലൊടുവിലാണ് ആദ്യം അരുൺകുമാറിന്റെ മൃതദേഹം കിട്ടിയത്, പിന്നാലെ സജികുട്ടന്റെയും. മാർച്ച് 2-ാം തീയതി രാവിലെ മുതൽ കുട്ടികളെ കാണാനില്ലെന്നു കാണിച്ച് കോളനി അധികൃതർ കഴിഞ്ഞ ദിവസം വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകിയിരുന്നു. കുട്ടികൾ പോകാനിടയുള്ള സ്ഥലങ്ങളിൽ നടത്തിയ അന്വേഷണം വിഫലമായതിനെ തുടർന്നാണ് പരാതി നൽകിയത്. വെള്ളിക്കുളങ്ങര പോലീസിന്റെയും പരിയാരം വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ ജീവനക്കാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു കുട്ടികൾക്കായി തിരച്ചിൽ നടത്തിയത്. വന്യമൃഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു കുട്ടികൾ അകപ്പെട്ടു പോയത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മൃഗങ്ങളുടെ ആക്രമണമാണോ മരണകാരണമെന്ന് പോലീസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ മേഖലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടായിരുന്നു തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോയത്. ആനയും കാട്ടുപോത്തും പുലിയും നിറഞ്ഞ വനമേഖലയിലെ തെരച്ചിൽ അതീവ ദുഷ്കരമാണ് എന്നത് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളുമായാണ് സംഘം ഉൾവനത്തിൽ പ്രവേശിച്ചത്. ഉന്നത വനം ഉദ്യോഗസ്ഥരുടെ സംഘം വനത്തിൽ തമ്പടിച്ചായിരുന്നു അന്വേഷണം നടത്തിയത്.